കുറച്ച് മാമ്പഴം കിട്ടി. അപ്പോൾ ഒരു മാങ്ങാപ്പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങാപ്പുളിശ്ശേരി കറിയാണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായിരുന്നു വിചാരിക്കുന്നത്, കിട്ടിയാൽ നല്ലതായിരുന്നു. അപ്പോൾ കുറച്ച് മാങ്ങ, ചെറിയ മാങ്ങ കിട്ടി, നാട്ടുമാങ്ങ കിട്ടി. അപ്പോൾ വിചാരിച്ചു അതൊന്ന് കറി വെക്കാമെന്ന്. നല്ലപോലെ പഴുത്തിട്ടുണ്ട്, ചിലതൊന്നും പഴുത്തിട്ടൊന്നുമില്ല. എന്നാലും തോലൊക്കെ പൊളിച്ച് ഞാൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തത്. തോല് പൊളിക്കുമ്പോൾ ചിലതൊക്കെ വേഗം, നല്ല പഴുത്തത് വേഗം പൊളിഞ്ഞു വരുന്നുണ്ട്. ബാക്കിയൊക്കെ കത്തിയും കൊണ്ടൊക്കെ മുറിച്ചും ഒക്കെ ഞാൻ എടുത്ത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 3/4 മുറിയുള്ള ഒരു തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്. കൂടെ ഇതിൻ്റെ മാങ്ങേൻ്റെ കൂടെ 2 പച്ചമുളകും മുറിച്ചിട്ട് വേവിക്കാൻ വെച്ച് തന്നെ. ഈ മാങ്ങ മുറിച്ചിടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും വെക്കണം. പച്ചമുളകും ഇട്ട് വേവിക്കണം. അതിൻ്റെ കൂടെ ഒരു കഷ്ണം പകുതി വെന്ത് വരുമ്പോഴത്തേക്കും ഒരു കഷ്ണം വെല്ലം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്നിച്ചാക്കി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ തിളച്ച് വെന്ത് അത് നല്ലപോലെ വറ്റും. വറ്റി വെന്ത് വരുമ്പോഴത്തേക്കും നല്ലപോലെ കുറുകി കിട്ടും. വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു സ്മെല്ലും ഒക്കെ വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം അത് വെന്ത് തുടങ്ങിയെന്ന്, വെന്ത് പാകമായെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ തിളച്ച്, നല്ലപോലെ വെള്ളം ഒഴിച്ച്, പാകത്തിന് വെള്ളം, കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടി ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ. ആ തൈരും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി, നല്ലപോലെ ചൂടായാൽ മതി, തിളയ്ക്കണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിളയ്ക്കണ്ട. നല്ലപോലെ ചൂടാക്കി എടുത്ത് വാങ്ങി വെച്ച് കുറച്ച് ഉലുവയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് നല്ലപോലെ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാച്ചിലും കൂടെ വേവിക്കാൻ നോക്കുന്നുണ്ട്. കാച്ചിലും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാച്ചിൽ കുറേ കാലമായിരുന്നു തിന്നിട്ട്. അതുകൊണ്ട് കാച്ചിൽ കിട്ടിയപ്പോൾ അത് വേഗം തന്നെ ക്ലീൻ ചെയ്ത് തോലൊക്കെ ചെത്തിയെടുത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തോല് നമ്മൾ മുഴുവൻ ചെത്തിയതിന് ശേഷം മാത്രമേ പീസാക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഭയങ്കര കൊഴുപ്പുണ്ടാവും. അത് തേച്ച് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായി, ഞാൻ ചെറുതാക്കി മുറിച്ച് പോയായിരുന്നു. എന്നാലും തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് നല്ലപോലെ അതും ഉപ്പിട്ട് വേവിക്കാൻ വെച്ച്, അതിൻ്റെ കൂടെ കുറച്ച് മുളകിടിച്ചതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളകിടിച്ചതും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. മുളക് ഇടിക്കാനും വേണ്ടിയിട്ട് അതിനകത്ത് പച്ചമുളക് ഇട്ട്, കാന്താരി ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഇട്ട്, ഒരു 10 ചുവന്ന ഉള്ളി ഇട്ട്, ഒരു വെളുത്തുള്ളി അല്ലി ഇട്ട്, പിന്നെ ഉപ്പും കൂടി ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത്. ഇടിക്കുന്ന കല്ലില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അതും സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാച്ചിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കാന്താരി മുളകും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരാളുണ്ട്, അതാ മേലോട്ട് കയറി പോകാൻ നോക്കുന്നുണ്ട്. ആൾക്ക് ചൂടായതുകൊണ്ട് താഴെയൊന്നും കിടക്കാൻ ഇഷ്ടമില്ല, ഭയങ്കര വെയിലല്ലേ. അപ്പോൾ മേലെ പോയി സ്റ്റെയർകേസിൻ്റെ താഴെ കിടക്കുകയാണെങ്കിൽ ആളവിടെയും കിടക്കും. ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ തിരിച്ചു വരും. ചിലപ്പോൾ മൂടണമെങ്കിൽ മേലെ കിടക്കും, അല്ലെങ്കിൽ താഴെ വന്നിട്ട് താഴെ ഹാളിൽ എവിടെയും കിടക്കും ആൾ. ഏതായാലും കഴിവൊക്കെ പൊട്ടിച്ച് വെച്ച് കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കറി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഓറഞ്ച് കളറിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മാങ്ങാപ്പുളിശ്ശേരിയൊക്കെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തോരം ചോറ് തിന്നാലും എടുത്താലും നമുക്കത് വേഗം അറിയില്ല തീർന്നു പോകുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് ഇതാണ് റോസ്മേരിൻ്റെ ചെടിയാണ്. ഇത് മുമ്പത്തെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വന്നതാണ്. ഈ റോസ്മേരി ചെടി നട്ടുപിടിപ്പിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കീടാണുക്കളൊന്നും ഒരു കീടാണുക്കളൊക്കെ കുഞ്ഞു പാമ്പൊക്കെ കയറുമായിരുന്നു മുമ്പൊക്കെ ഇതിലൊക്കെ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കാരണം പാമ്പൊക്കെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെടിയൊക്കെ മേടിച്ച് ഞാൻ മുമ്പിൽ വെച്ചതാണ്. അങ്ങനെ ഏതായാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു പാത്രത്തിൽ കുറേ നാൾ മുമ്പ് ഒരു മധുരക്കിഴങ്ങിൻ്റെ കിഴങ്ങിട്ട് വെച്ച്, അതും നല്ലപോലെ വന്നിട്ടുണ്ട്. അത് മുളച്ച് വരാൻ സമയമെടുത്തു കേട്ടോ. ഒരു 5-6 മാസം എടുത്തു. മുളച്ച് വന്ന് പതുക്കെ വള്ളിയൊക്കെ പിടിച്ച് കയറി ഇപ്പോൾ ഏകദേശം ഒരു കാൽഭാഗം, ഭിത്തിൻ്റെ ഒരു കാൽഭാഗം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വെച്ചാൽ നല്ലപോലെ നല്ല ചെടിയായിട്ട് നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് അത് വളർത്തിയെടുക്കാൻ പറ്റും. അത്ര നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏതായാലും കുറേ കാലമായിരുന്നു, 5-6 മാസമായിരുന്നു അത് വെള്ളത്തിലിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആ ചെടിയും വന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയാണ്. മിക്ക ദിവസം തന്നെ ദോശയാണ്. രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ എല്ലാം ഉണ്ടാക്കാൻ. ദോശയാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കൂടി ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കുട്ടികൾ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് പോകും, നമ്മൾ പിന്നെ ദോശ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഏതായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഇത്രത്തോളമൊക്കെ തന്നെ. രാവിലെ എല്ലാവരും കൂടെ വേഗം തന്നെ ഇരുന്ന് ഞങ്ങൾ 2 പേരും വേഗം കഴിച്ച്, പിള്ളേർ പോകാനുള്ളവരെല്ലാം പോയി. ഏതായാലും ഇന്നത്തെ മുളകും
കാച്ചിൽ പുഴുങ്ങിയതും ദോശയും എല്ലാം കൂടെ ആയിട്ട് സൂപ്പറായിരുന്നു. അപ്പോൾ താങ്ക് യു. മാങ്ങാപ്പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മേലെ കിടക്കാൻ പോയ ആൾ താഴെ എത്തിയിരിക്കണേ. അപ്പോൾ നോക്കുമ്പോൾ താഴെ വന്ന് സുഖമായിട്ട് കിടക്കുന്നുണ്ട്. താങ്ക് യു.